ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് സാമ്പാർ. അതേപോലെ തന്നെ ഒരു ഒഴിച്ചുകൂടാനാത്ത മറ്റൊരു ഐറ്റം ഉണ്ട്, മറ്റൊന്നല്ല കൂട്ടുകറി. അപ്പം ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഒരു കൂട്ടുകറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുതിർത്തി വെച്ച 1/2 കപ്പ് കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ട് ഞാൻ കുതിർത്തി വെച്ചതാണ് ഈ കടല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വിസിലടിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 6 വിസിലടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടല നമ്മൾ വിസിലടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത 1 കപ്പ് ചേന ചേർത്ത് കൊടുക്കാം. അതേപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത 1 നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാം. ഇതുകൂടാതെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഞാനിവിടെ അത്യാവശ്യം എരിവ് കണക്കാക്കിയാണ് ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇതുകൂടാതെ ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മധുര ടേസ്റ്റ് എനിക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ശർക്കര ഞാൻ ഇവിടെ ചേർക്കണില്ല. അപ്പം നിങ്ങൾക്ക് ആ മധുര ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിലടിച്ചെടുക്കാം. അതേപോലെ വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആവി പോയിട്ട് മാത്രം ഇത് തുറന്നാൽ മതി. ഇത് വെന്ത് വന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകി തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേനയും കായൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമുക്ക് അധികം ഒന്നും തിളപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അതേപോലെ ഈ സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനിത് ഇവിടെ നിന്ന് എടുത്തു മാറ്റാം. അടുത്തായിട്ട് നമ്മുടെ കറി ഒന്ന് താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടാതെ 3 വറ്റൽമുളക്, 1/2 കപ്പ് തേങ്ങ, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങയുടെ കളറൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ കളറ് പുളിയുറമിൻ്റെ കളറൊക്കെ ആയിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ ഓണ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. JRSBയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.